ജീവിതത്തിൻ്റെ ശൂന്യത മാറാൻ കൊതിക്കുന്നവരാണ് എക്കാലത്തും ദൈവമക്കൾ. വല്ലാത്ത ശൂന്യത ഫീൽ ചെയ്യുന്ന ചിലരോട് കർത്താവ് പറയുകയാണ്, നിന്റെ ശൂന്യത മാറുന്നത് നിങ്ങളിൽ ദൈവവചനം വരുമ്പോഴാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. പിശാചിന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും വലിയൊരു തന്ത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ വചനം വസിക്കാതിരിക്കുന്ന അവസ്ഥ. യേശുക്രിസ്തു ഉപമകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, വേറെ ചിലത് പാറസ്ഥലത്ത് വീണു, വേറെ ചിലത് മുള്ളിനിടയിൽ വീണു, വേറെ ചിലത് നല്ല നിലത്ത് വീണു. ഇതെല്ലാം യേശുക്രിസ്തു വ്യാഖ്യാനിക്കുമ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ടാണെന്ന് ബൈബിളിലെ 4 സുവിശേഷങ്ങൾക്കകത്തെ പല ഭാഗത്തും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ഭാഗം ഇവിടെ വായിക്കുന്നേ, വചനം ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടാൽ അത് പെട്ടെന്ന് ശത്രു വന്ന് ഹൃദയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥ. ഒത്തിരി വചനം കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്, പക്ഷെ അവരുടെ ഉള്ളെപ്പോഴും ശൂന്യമാണ്. കാരണം ദൈവം ഒരു വചനം ഒരു വ്യക്തിയിലേക്ക് അയക്കുമ്പോൾ ബൈബിൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കൽ മടങ്ങി വരത്തില്ല. ഞാൻ അയച്ച കാര്യം ആ വചനം സാധിപ്പിക്കും. എന്നാൽ ഇട്ട വചനം അതിൻ്റെ ഫലത്തിലെത്തും മുമ്പ് നമ്മുടെ ഉള്ളിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോകുന്ന പിശാചിന്റെ വലിയ പ്രവൃത്തികളെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നമ്മളിൽ വസിക്കണം. യേശുക്രിസ്തുവിന് നേരെ പിശാച് യുദ്ധത്തിന് വന്നപ്പോ യേശു പിശാചിനെ ശാസിക്കുകയല്ല ചെയ്തത്, ഓരോരോ വചനങ്ങൾ പിശാചിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. വചനത്തിന്റെ നിറകുടമായിരിക്കണം പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയം. 45 സങ്കീർത്തനം, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. പിശാച് വെല്ലുവിളിച്ചുകൊണ്ട് മുമ്പിൽ വന്നപ്പോ 3 വചനം യേശു അങ്ങോട്ട് ഇട്ടപ്പം പിശാച് യേശുവിനെ വിട്ടുമാറിയെന്ന വചനം. ഞാൻ ഇന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നിങ്ങളുടെ ഉള്ളിൽ ശത്രുവിനെ എതിർക്കുന്ന വജ്രായുധമാണ് ദൈവം തന്നിരിക്കുന്ന വചനം. നമുക്കിങ്ങനെ വിശ്വസിക്കാം, ശത്രുവിന് നേരെ നമ്മൾ അഴിച്ചുവിടുന്ന ഏറ്റവും വലിയ ആയുധമാണ് ദൈവവചനം. അതുകൊണ്ട് ആ വചനം സകല ഐശ്വര്യത്തോടും നമ്മുടെ ഉള്ളിൽ വസിക്കണം. ശൂന്യാവസ്ഥകൾ മാറണം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവത്തിന്റെ അദൃശ്യകരം നിന്റെ മക്കളുടെ മേൽ നീട്ടണം. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഹൃദയത്തിന്റെ ശൂന്യാവസ്ഥ മാറണം. അവരുടെ ഉള്ള വചനം കൊണ്ട് നിറയണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹമാകട്ടെ, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളുടെ ഹൃദയം സകല വചനത്തിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ. ഗോഡ് ബ്ലെസ് യു.